الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ട ഒരു പോസ്റ്റ്, വിവാഹം എന്ന സങ്കല്പം ഏതാണ്ട് 2100 ആകുമ്പോഴേക്ക് ഇല്ലാതാകും എന്നുള്ളതാണ്. ഈ ഒരു പഠന റിപ്പോർട്ടിലേക്ക് എത്തിച്ച ചില കാരണങ്ങൾ അതിന്റെ ഭാഗമായി കുറിച്ചിട്ടതും കാണാൻ സാധിച്ചു. ഒന്ന്, വർദ്ധിച്ചു വരുന്ന ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പുകളാണ്. മറ്റൊന്ന് ഡേറ്റിംഗ് റിലേഷൻസ് ആണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിൽ വിവാഹം എന്ന് പറയുന്ന പരമ്പരാഗത രീതിയോട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന താല്പര്യക്കുറവും ഒക്കെ വിവാഹം എന്നതിനെ തന്നെ തുടച്ചു നീക്കത്തക്ക വിധത്തിൽ അധികമൊന്നും കാലതാമസമില്ലാതെ ആയിത്തീരും ഇപ്പോൾ പോകുന്ന രീതി പിന്തുടരുകയാണെങ്കിൽ എന്നതൊരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അഭിപ്രായ പഠനമാണ്. ഇവിടെ അത്യാധുനിക സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. അങ്ങനെയുള്ള കാലത്ത് ധാർമ്മിക രംഗം അധപ്പതിച്ച് ആർക്കും ഒരു സന്മാർഗ ദർശനം
എവിടെയും കാണാൻ പറ്റാത്ത വിധത്തിൽ സാൻമാർഗിക മേഖലകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നതായ ഒരവസ്ഥക്കു കൂടി നമ്മൾ ഇതിന്റെ കൂടെ സാക്ഷികളാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ശാസ്ത്ര പുരോഗതിയും വർദ്ധിച്ചിട്ടില്ലാത്ത, അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, ഡാർക്ക് ഏജ് എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് ഈ ജനതയിലാണ് ഒരു സാൻമാർഗിക വിപ്ലവം, ധാർമ്മികമായിട്ടുള്ള ഒരു മുന്നേറ്റം നിർവഹിക്കുന്നതിനും അതിലൂടെ ഒരു ഉത്തമ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് സാധ്യമാക്കുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തുൽ ജുമുഅയിലെ 2-ാമത്തെ വചനത്തിലൂടെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം മുമ്പ് വളരെ വ്യക്തമായ വഴികേടിൽ വലാലത്തിലായിരുന്ന ഒരു ജനപദത്തെ സംസ്കാരത്തിന്റെ ഉത്തുംഗതിയിലേക്ക് ആനയിച്ച അക്ഷരാഭ്യാസമില്ലാത്ത ഒരു പ്രവാചകൻ, ഒരു വ്യക്തി, ആ വ്യക്തിയെ പ്രവാചകനാക്കുന്നതിലൂടെ അല്ലാഹു ചില അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ ജനതയാണ് പിന്നീട് ഖൈറുൽ ഉമ്മത്തിന്റെ സർട്ടിഫിക്കറ്റിന് അർഹരായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ ഏത് വിഷയത്തിൽ അറിയണമെങ്കിലും ആ ഇസ്ലാമിന് മുമ്പുള്ള അവസ്ഥയെ കുറിച്ച് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സാങ്കേതിക ഭാഷയിൽ നമ്മൾ ഇസ്ലാം എന്ന് പ്രയോഗിക്കുന്നത്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നേരത്തെ പ്രവാചകന്മാരെല്ലാം പ്രബോധനം ചെയ്ത മതം തന്നെയാണ് ഇസ്ലാം. അതിനപ്പുറത്ത് നമ്മുടെ ഉമ്മത്തിലേക്ക് വരുമ്പോ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ ചേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ടീമിനെയൊക്കെ ശരിയായ ഇസ്ലാമിയത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് ഇസ്ലാം എന്ന് നമ്മൾ സാങ്കേതികമായി അവിടെ ഉപയോഗിക്കുന്നത്. ആ ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ തീർത്തും ഒരു നൈതികത അവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കലാണ്. ജഹാലത്തുകൂടി അല്ലെങ്കിൽ ജാഹിലിയ്യ കാലഘട്ടത്തെ കൂടി പഠിക്കാതെ വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാന, സാമ്പത്തിക, കുടുംബ, വൈവാഹിക രംഗങ്ങളെ ഒന്നും പഠിച്ചു പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന കാലഘട്ടത്തിലെ അവിടുത്തെ രീതികൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്ത്രീലംബടനാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ. അതുപോലെ തന്നെ അവിടുത്തെ ബഹുഭാര്യത്വത്തെ മാതൃകായോഗ്യൻ അല്ല എന്ന് വരുത്തി തീർക്കാൻ ഉപാധിയായി സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവിടെ. അവരുടെയൊക്കെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ചരിത്രത്തോടൊരു നീതിയുണ്ടെങ്കിൽ, ചരിത്രപരതയെ കുറിച്ച് അന്വേഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെയാണല്ലോ വിമർശിക്കേണ്ടത്. ആ ചരിത്രത്തിലൂന്നിയ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അവിടെ എവിടെയും വിവാഹം എന്ന് പറയുന്നത് പ്രവാചക ജീവിതത്തിലേക്ക് ചേർത്തി ഒരു ആക്ഷേപമായി പറയാൻ കഴിയില്ല. എന്നുവെച്ചാൽ ഒരു പരമ്പരയായി തന്നെ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിന്റെ ജാഹിലിയത്തിലെ സ്ഥിതിയാണ് ഇന്നത്തെ ഖുതുബയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ഓരോ ഖുതുബകളിലൂടെയും ഇൻഷാ അല്ലാഹ് വിവാഹത്തിന്റെ ഓരോ ഘടകങ്ങളും, അതിലെ മൈന്യൂട്ടായ പോയിന്റുകൾ വരെ നമ്മൾക്കിടയിൽ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ചെയ്താൽ പ്രശ്നമില്ല, ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി നന്നാവും, അങ്ങനെയല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ട കാലത്ത് വൈവാഹിക ജീവിത സംബന്ധിയായ ഏറ്റവും സുന്ദരമായ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടാണ് അവരെ നന്നാക്കിയിട്ടുള്ളത്. അത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടാണ് എങ്ങനെയാണ് വൈവാഹിക ബന്ധങ്ങളിൽ ഏർപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടെ നമ്മൾ വിവാഹാന്വേഷണം മുതൽ തുടങ്ങുന്ന ജാടകൾ, ആഡംബരങ്ങൾ, അതിലെ
പുഴുക്കുത്തുകൾ എല്ലാം ഒന്ന് ഫിൽറ്റർ ചെയ്യേണ്ടി വരും. എല്ലാത്തിനും ഉള്ളത് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അതിന് ഒരുങ്ങി തന്നെയാണ് നമ്മൾ അടുത്ത ആഴ്ച മുതൽ അതുമായി ബന്ധപ്പെടുത്തിയ ചർച്ചകളിലേക്ക് നീങ്ങുന്നത്. അപ്പൊ അതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? എങ്ങനെയായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അസാംസ്കാരികതകൾ എന്ന് തിരിച്ചറിയണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ദീർഘമായ ഒരു ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഭാഗം അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുകയാണ്. അന്ന നിക്കാഹ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിലെ നിക്കാഹ് ആയിരുന്നു. കാന അല അർബഅതി അൻഹാർ, എങ്ങനെയായിരുന്നു? 4 തരത്തിലായിരുന്നു. ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതിലൊന്ന് ഫനിക്കാഹു മിൻഹാ നിക്കാഹുൻ നാസി അൽ യൗമ, ഇന്ന് മനുഷ്യന്മാര് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ റസൂലായതിനു ശേഷം ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെന്നത് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്കിടയിൽ കാണുന്ന ഒരു നിക്കാഹ് അവിടെ ഉണ്ടായിരുന്നു, ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്നു. അതിന് പുറമെ 3 നിക്കാഹ് വേറെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നാമത്തെ നിക്കാഹ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മഹർ കൊടുത്ത് വിവാഹാലോചന നടത്തി വലിയും വരനും തമ്മിൽ നടക്കുന്ന ഒരു ഏർപ്പാടാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു നിക്കാഹിന്റെ രീതി അഥവാ നിക്കാഹ് നമ്പർ 2. നിക്കാഹ് എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സാധാരണയായി നിർവഹിച്ചു പോരുന്ന നമുക്ക് പരിചയമുള്ള ആ നിക്കാഹ് എന്നതിനെ മാത്രമല്ല, മറിച്ച് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നിക്കാഹ് കൊടുക്കുകയാണ്. അതൊന്നും നമുക്ക് ഒരു കാര്യത്തിന്റെ ബേസ് ഉൾക്കൊണ്ടിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് മാത്രമാണ് നിക്കാഹ് പരിചയപ്പെടുന്നത്. ആക്ച്വൽ നിക്കാഹ് ആയതുകൊണ്ടല്ല. നിക്കാഹ് നാഹർ, ദാമ്പത്യ ജീവിതം നയിക്കുന്നതിന് ആളുകൾ സ്വീകരിച്ച രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്തായിരുന്നു? കാന റജുലു യഖൂലു ലിംറഅതിഹി ഇദാ തഹുറത് മിൻ തഖ്സിഹാ, ഒരു മനുഷ്യൻ തന്റെ പെണ്ണിനെ, തന്റെ അധീനതയിലുള്ള പെണ്ണിനെ, ആ പിന്നെ അങ്ങനെ ലിവിങ് ടുഗദർ ഒക്കെ ആയിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ്, ഈ പെണ്ണിന് എന്ത് ചെയ്യും? തനിക്ക് അവൾക്ക് മെൻസസ് ആയി കഴിഞ്ഞതിന് ശേഷം, കുളിച്ച് വൃത്തിയായതിനു ശേഷം നേരെ ആ പെണ്ണിനോട് പറയും, അർശിലി ഇലാ ഫുലാനി ഫസ്തബ്ദഇ മിൻഹു, നീ ഇന്ന ആളത്ത് പോകണം. ആ ആൾക്ക് എന്താ പ്രത്യേകത? കുറച്ച് കരുത്തും ബുദ്ധിശക്തിയും അവിടുത്തെ പിന്നെ റഈസും അല്ലെങ്കിൽ അവിടുത്തെ അമീറും ഒക്കെ ആയിട്ടുള്ള ആ രൂപത്തിൽ അവിടെ നേതൃതലത്തിലുള്ള ബുദ്ധിപൂർണതയുള്ള ശക്തിയും ശക്തനും മല്ലനും ഒക്കെ ആയിട്ടുള്ള വ്യക്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ പേര് പറഞ്ഞിട്ട് പറയും ഇന്ന ആളത്തേക്ക് പോകണം. എന്നിട്ട് അവനുമായി ശരീരം പങ്കുവെക്കണം. എന്നിട്ട് അവനിലേക്ക് ആ പോക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതുവരെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഇടയിൽ ഇവർ തമ്മിൽ ഈ ലിവിങ് റിലേഷനിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ആണും പെണ്ണും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അവന്റെ വീട്ടിലേക്കൊക്കെ വരും, അവിടെ കടന്നാലും അവർ തമ്മിൽ ശരീരം പങ്കുവെക്കൂല. ഏതുവരെ? ആരെ ഏത് മല്ലന്റെ അടുത്ത് പോകാനാണോ ഈ ചങ്ങായി പറഞ്ഞത്, അവളുടെ കൂടെ ഉള്ള ഈ ചങ്ങായി പറഞ്ഞത് ആരടുത്ത് പോകാനാണോ അവന്റെ അടുത്ത് പോയി അവനിൽ നിന്നുള്ള ഒരു ബന്ധത്തിലൂടെ, ശാരീരിക ബന്ധത്തിലൂടെ ഇവൾ ഗർഭിണിയായി എന്ന് വ്യക്തമാകുന്നത് വരെ ഇവർ തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല. ഗർഭമായി കഴിഞ്ഞാൽ, അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, അതിന് വേണ്ടതായ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ ഇവളെ ബോധിക്കുകയും അവന്റെ ശാരീരിക ശമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തേക്കാം. ഇതെന്തിനാ ചെയ്യണതാണ്? ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്കുണ്ടാകുന്ന മക്കൾ അവർക്ക് അവരിൽ തന്നെ ഉള്ളൊരു പിന്നെ പ്രതീക്ഷക്കുറവുണ്ടല്ലോ, അവരിൽ തന്നെ ഉള്ള ഒരു പ്രതീക്ഷക്കുറവ് കാരണമാണ് ഈ സംഭവത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഓളത്തന്നെ കെട്ടി അങ്ങനെ പോയ പോലെ. പക്ഷെ അവൾ പിന്നെ എന്നെ ശയിക്കുന്നതിലൂടെ, ഞാനുമായി പങ്കുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ചുകൂടി ശക്തിയും നല്ല കുട്ടിയെ കിട്ടും അപ്പുറത്ത് പോയാൽ എന്ന ധാരണയുടെ പുറത്ത്. ഇതൊക്കെ പറയുമ്പോൾ ഒരു മോശമായിട്ട് കരുതരുത് കേട്ടോ. നമ്മളിത് നല്ലതിനെ
സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മോശം പഠിക്കണം ആദ്യം. മോശമായ ജീവിത കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നു. പ്രവാചകന്റെ നന്മയെ പഠിക്കുകയാണ്. വിമർശിക്കുന്ന ആളുകളുടെ അടിവേര വെക്കണം. അതിനെ നമ്മൾ ഇതൊക്കെ പഠിക്കണം. രണ്ടാമത്തെ സംഗതിയാണ് ഇത്. എന്നിട്ട് എന്ത് ചെയ്യും? അതിനുശേഷം മറ്റൊരാളുടെ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഏതായാലും ഞാൻ ഇവിടെ തന്നെ സ്വീകരിക്കുന്നു എന്ന നിലപാട്. രണ്ടാമത്തെ നിക്കാഹ്. ഒന്ന് നമ്മൾ പറഞ്ഞു നോർമലാണ്. മൂന്നാമത്തത് എന്താ പറയുക? പത്തിൽ കൂടാത്ത ആളുകളെ എന്ത് ചെയ്യാണ്? സമീപിക്കുന്ന രീതിയാണ്. പത്തിൽ കൂടാത്ത ആളുകൾ അവരെന്ത് ചെയ്യുന്നു? അവര് ഒരു അവരുടെ അടുക്കലേക്ക് ഒരൊറ്റ പെണ്ണ് പോകുന്നു. അവരെല്ലാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അങ്ങനെ അവൾ ഗർഭിണിയാകുന്നു. അവൾ പ്രസവിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യും? ഇങ്ങനെ ഈ ബന്ധത്തിലൂടെ കുട്ടി ആയിക്കഴിഞ്ഞാൽ അവളെ എന്ത് ചെയ്യും? അവൾ അവരിലേക്ക് പോകും. അവരിലേക്ക് അവളെ അയക്കും. ഫലം قد عرفتم الذي كان من أمركم وقد ولدت وهو ابنك يا فلان. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10ൽ കൂടാത്ത ആളുകൾ ചേർന്ന് ഒരു സ്ത്രീയെ പല സമയങ്ങളിലായി പ്രാപിക്കുന്നു. പെണ്ണ് അങ്ങനെ അവൾക്ക് ആരിലാണോ തന്റെ കുട്ടിയുടെ പ്രകൃതവും അതുപോലെ തന്നെ കുട്ടിയിലെ ചേർത്തി പറയാൻ അവൾക്ക് ആരെയാണ് ആഗ്രഹിക്കുന്നത്? ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, കാരണം എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഈ 10ൽ കൂടാൻ പാടില്ല. ആ ഒരു അതൊക്കെ അവിടെ നടന്നിരുന്ന സംവിധാനമാണ്. ഈ 10ൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ പെണ്ണ് താല്പര്യപ്പെടുന്ന ആൾക്ക് പ്രസവം കഴിഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കുന്നോ, പിന്നെ ആ പെണ്ണ് അവന്റേതാണ്. പിന്നെ അവരിൽ വിവാഹ ജീവിതവും അനുബന്ധമായ കാര്യങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയാണ്. അതാണ് മൂന്നാമത്. നമ്മൾ ആലോചിച്ച് നോക്കുക. രണ്ടാമത് പറഞ്ഞതും മൂന്നാമത് പറഞ്ഞൊക്കെ നമ്മൾ കേൾക്കാൻ അറക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതറിയണം, പഠിക്കണം. എന്തിനാണ്? നമ്മളെന്താണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുമ്പിൽ കിട്ടുന്നത് എന്താണെന്നുള്ളത് അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകാൻ നമുക്കിത് അറിഞ്ഞേ പറ്റൂ. നാലാമത്തെ ഒരു കാര്യം എന്താ പറയുക? നാലാമത്തെ വിവാഹം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നാട്ടിൽ ഏറെ വെറുക്കപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. ധാരാളം മനുഷ്യന്മാര് ഇടപെടുന്നു. ഒരു പെണ്ണിന്റെ അടുത്തേക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നു. ആരൊക്കെ പോയെന്ന് ആ പെണ്ണിനെന്ന് അറിയൂല. അവള് വേശ്യയാണ്. അങ്ങനെ വേശ്യയാകുന്നു. അവരുടെ വീട്ടിൽ അത് അറിയാൻ തക്കതായ രൂപത്തിലുള്ള ഈ പ്രത്യേകമായ കൊടികളും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നാട്ടുകാരും ആ വൈക്ക് പിന്നെ എന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല. ആരൊക്കെ അവിടെ വന്നത് പോയതൊന്നും അറിയില്ല. അപ്പൊ ആർക്കും ഒരു കാര്യം, ഈ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവത്തിന് ശേഷം ഈ പെണ്ണിന്റെ കുട്ടിയുടെ ഉപ്പയാരാണ് എന്ന് അറിയാൻ ഒരു വകുപ്പില്ല. പെണ്ണിന് പോലും വകുപ്പില്ല. കാരണം ആ ഒരു കാലയളവിൽ തന്നെ ധാരാളം ആളുകൾ, 10 അല്ല, 10ന്റെ സമയത്ത് അത് വേറെ നിക്കാഹിന്റെ ഇനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവിടെ തന്നെ പെണ്ണിന്റെ സൗകര്യാർത്ഥം 10ൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചേർത്തി കൊടുക്കുക. പിന്നെ അവര് അങ്ങനെയൊക്കെ അതായിട്ട് സഹിച്ചു പോയിക്കോണം. ഇവിടെ എത്ര കണക്കിന് ആൾക്കാര് വരുന്നുണ്ടോ അത്രയും ആളുകൾ. അതിൽ നിന്ന് പിന്നെ ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? കുട്ടിന്റെ പിതൃത്വം ഏൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. എത്ര കെട്ട പരിപാടി നോക്കൂ. ഒരു ജ്യോത്സ്യനെ, ലക്ഷണം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്യോത്സ്യനെ കൂടി വിളിക്കും. എന്നിട്ട് പരിചയമുള്ള ഏകദേശം ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരിൽ നിന്ന് ഈ കുട്ടി കുറച്ചൊക്കെ വലുതായി, കുട്ടിന്റെ മുഖശേപ്പും കുട്ടിന്റെ രൂപം ഭാവമൊക്കെ ഏകദേശം ആരിലേക്കാണോ ലക്ഷണം ഒക്കുന്നത് എന്ന് ഇവര് നോക്കും.
ജ്യോത്സ്യന്മാർ നോക്കും, അത്ര വൃത്തികെട്ട പരിപാടി. എന്നിട്ട് നോക്കിയിട്ട് നയ്യന്റെ വാപ്പ എന്നാ കൊണ്ടിരിക്കോ ഈ പരിപാടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ ബുഇസ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ്ഖി, ഹഖ്ഖായിട്ടുള്ള ഖുർആൻ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ടപ്പോ ഹദമ നികാഹൽ ജാഹിലിയ്യ കുല്ലഹു, ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന എല്ലാ നിക്കാഹിന്റെ സിസ്റ്റങ്ങളെയും അവിടെ നിന്ന് ഉന്മൂലനം ചെയ്തു. ഇല്ലാ നികാഹൻ നാസിഅല്ലോ, ഇന്ന് കാണുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയും മഹറും ഖിത്ബത്തും അതുപോലെ തന്നെ നിക്കാഹും വലീമത്തൊക്കെ ഉള്ള സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെ നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. എവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശിക്കപ്പെടേണ്ടത്? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്? ആ കാലഘട്ടത്തിൽ നിലനിന്ന വ്യവസ്ഥകൾ, വൈവാഹിക ജീവിതത്തിലെ വ്യവസ്ഥകൾ എത്രമാത്രം നീചമായിട്ടുള്ളതായിരുന്നു. അവിടെ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചതാണോ നമ്മുടെ പ്രവാചകൻ ചെയ്ത തെറ്റ്? ആലോചിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ആ നികൃഷ്ടമായ കാടൻ സംസ്കാരത്തിലേക്ക് നയിക്കാൻ ആധുനികതയുടെ ഉത്തുംഗതികളെ കൂട്ടുപിടിക്കുന്ന ആളുകളാണ് ഇന്ന് സ്ത്രീ വിമോചകർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാടുണ്ടോ? വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? നമ്മുടെ ദൗത്യം ഇരട്ടിയാവല്ലേ ചെയ്യുന്നത്? നമ്മുടെ പെൺകുട്ടികളുടെ തട്ട വഹിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള അജണ്ടകളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഒരു ജാഹിലിയ്യത്തിന്റെ തിരിച്ചുപോക്കിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആധുനികതയെ മുൻനിർത്തിക്കൊണ്ട് അതിനെ ടൂളായി ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, തട്ട കഴിച്ചിട്ടോ, വേണ്ട പോലെ ടീഷർട്ടും ബനിയനും പിന്നെ ട്രൗസറൊക്കെ നടന്നോ എന്ന് നമ്മുടെ പെൺകുട്ടികളോട് പറയാണോ വേണ്ടത്? അല്ലെ നമ്മൾ ആൺകുട്ടികളെ അങ്ങനെ പറയുന്ന ആളുകളാക്കി മാറ്റുകയാണോ വേണ്ടത്? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളൊക്കെ ആലോചിക്കണം. വളർന്നു വരുന്ന മക്കളെ നമുക്കൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ചില വിഷയങ്ങളെ ഗൗരവപൂർവ്വം അതിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് ആയിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഗൃഹാങ്കണങ്ങളിലൂടെ, നമ്മുടെ കുടുംബ ചർച്ചകളിലൂടെ ഒക്കെ വരേണ്ടത് ഇത്തരത്തിൽ ഒരു 6-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പുരോഗമനവാദികൾ, നാസ്തികർ, ഇങ്ങനെയൊക്കെ തുടങ്ങി ഈ സർവ്വമതത്തെയും സത്യവാദമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന വൈവാഹിക രീതികളെക്കാൾ വടിഞ്ഞതും ചീത്തയുമായ വ്യവസ്ഥകൾ പുതിയ കാലത്ത് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് LGBTQ ആക്ടിവിസം, ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞ് ഭയങ്കര നിർവാണമായിട്ട് ആലോചിച്ച് നോക്കൂ. പ്രകൃതിക്ക് നിരക്കാത്തൊരു കാര്യം, ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രകൃതി അതിനെതിരെ പ്രതികരിക്കും. കാരണം പ്രകൃതി പടച്ചോലതാണ്, പ്രതികരിക്കും. അത് നമ്മൾ മണ്ണെടുത്താൽ ജലപ്രളയം ഉണ്ടാകുന്നത് പോലെ, ഫ്ലഡ് ഉണ്ടാകുന്നത് പോലെ, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് പോലെയൊക്കെ പ്രകൃതിയുടെ തേട്ടമാണ് ഹെറ്ററോനോർമേറ്റീവ് എന്ന് പറയുന്നത്. ആണിൽ പെണ്ണിനെ ഇണകളെ ഉണ്ടാക്കിയത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് ഒരു ദൃഷ്ടാന്തമായി പരിചയപ്പെടുത്താൻ. സമാധാനം അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മുടെ ലൈംഗിക താല്പര്യത്തെ സംരക്ഷിക്കപ്പെടണം. അത് പരിശുദ്ധവും പരിപാവനവുമാകണം. നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ആരെന്റെ സുന്നത്ത് വേണ്ടാന്ന് വിചാരിച്ച് ലിവിംഗ് ടുഗദറും LGBT ആക്ടിവിസവും അതുപോലെ തന്നെ സെൽഫ് മാരേജും ഇങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ ഭാഗങ്ങളിലൂടെ കടന്നുപോയി അതിന് ഓളുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കുന്നത് ഈ പ്രകൃതി മതത്തോടാണ്, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്നത് ഈ പ്രകൃതിയോടാണ്. അതിന്റെ സിസ്റ്റത്തെ നിങ്ങൾ ഉല്ലംഘിക്കുകയാണെങ്കിൽ, ഇന്ന് ചൈനയിൽ നോക്കുക, അതേപോലെ തന്നെ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ കുടുംബാസൂത്രണ പരിപാടിയൊക്കെ നടത്തിയെടുത്ത് അതൊക്കെ പിൻവലിച്ച് ഒന്ന് പെറ്റവൻ അവിടെ നിർത്തണ്ട, എത്ര കൂടുതൽ പ്രസവിക്കുന്നില്ലേ, അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകം, അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് മൊത്തം സ്കോളർഷിപ്പ് കൊടുക്കും. ഇതൊക്കെ എത്തും 10, 40, 50 കൊല്ലം മുമ്പ് ഇതൊക്കെ നടപ്പിലാക്കിയ
ഒരു ജനതക്ക് ഏറ്റവും വലിയ പരാജയം അവർ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാദർലെസ് അമേരിക്ക നമ്മൾ അറിയേണ്ട കാര്യമാണ്. 1990-കളിൽ സെക്സ് റെവല്യൂഷൻ ഉണ്ടായത് അതിന്റെ പേരിൽ ബയോളജിക്കൽ പാരന്റ്സിനെ അറിയാതെ IQ ഒക്കെ ഇല്ലാതായി. IQന്റെ ഡെവലപ്മെന്റും IQ ഒക്കെ ഭയങ്കര ഉഷാറായിട്ടുണ്ടാവും അത്തരം കുട്ടികളിൽ. ഇമോഷണൽ ക്വോഷ്യന്റ് അഥവാ വൈകാരിക ക്ഷമത ഇല്ലാതാകുന്ന ഒരവസ്ഥ നമ്മളെ നാടും അനുഭവിക്കാൻ പോവാ. ഞാനും നിങ്ങളും നമ്മളെ അടുക്കളയിൽ നിന്ന് തുടങ്ങണ ഈ പരിപാടി ജഹാലത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് തിരിച്ചു പോക്കില്ല. ഒരു സംസ്കൃതിയുടെ ബാറ്റൺ നമുക്ക് കൈമാറിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ തന്നെ ആ കാര്യത്തെ നമുക്ക് പഠിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇസ്ലാം വിവാഹത്തെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിച്ചത് എന്നും ഓരോ ഏരിയകളിലും ഒരു വിശ്വാസി വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെയുള്ള സുപ്രധാനമായ ഘടകങ്ങൾ പ്രിയപ്പെട്ടവർ അതിന്റെ തുടക്കം മുതൽ ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ അതിന്റെ അവസാനം വരെ ഓരോ ഖുതുബകളിലായി അവതരിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിവാഹാന്വേഷണത്തിന്റെ മതപരമായ അതിന്റെ രീതിശാസ്ത്രം, അതിന്റെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ തന്നെ സൂചിപ്പിക്കാം. നമ്മുടെ വീടകങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തിന്റെ വലിയ തനിമ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ഇതൊരു മോശം ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ മോശപ്പെട്ട ചിന്ത കൈമാറാൻ വേണ്ടിയിട്ടല്ല ഈ ഹദീസ് ഇവിടെ മുന്നോട്ട് വെച്ചത്. ഒരു നല്ല സംസ്കൃതിയെ കൃത്യമായി അടയാളപ്പെടുത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിച്ച വളരെ ശക്തമായിട്ടുള്ള നിലപാടിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു നല്ല സംസ്കൃതി കൊണ്ടുവന്നതാണ് പ്രവാചകൻ ചെയ്ത അപരാധമെങ്കിൽ ആ അപരാധത്തോടൊപ്പമാണ് ഞാൻ നിങ്ങളുള്ളതെന്ന് മനസ്സുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് നമ്മളെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഭരണകൂടം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഒക്കെ വലിയ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നിലൂടെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ? ജനാധിപത്യപരമായി ഒരു പൗരൻ എന്ന നിലക്ക് നീതിയെ സ്ഥാപിക്കാൻ, ജനങ്ങളുടെ മനസ്സിലുള്ള വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളെ നീക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിനോട് ചേർന്ന് ചില പൗരപ്രമുഖരെന്നറിയപ്പെടുന്ന ആളുകളൊക്കെ ചില വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് സ്വർഗാവകാശി എന്ന ഒരു ചർച്ചയുടെ ഭാഗമായി ഓരോരുത്തരുടെയും പേരെടുത്ത് സ്വർഗം നരകം എന്നിങ്ങനെ വേർതിരിക്കാൻ ഈ ലോകത്ത് ആർക്കും, ആ സ്വർഗത്തെയും നരകത്തെയും സംവിധാനിച്ച പടച്ചോൻ എന്ത് ചെയ്തിട്ടില്ല, ആർക്കും ഒരു ലൈസൻസും കൊടുത്തിട്ടില്ല. ഇനി ഈ കാര്യത്തെപ്പറ്റി, സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ട ചില സൂചനകൾ മാത്രം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മറുപടികളിൽ എഴുതിച്ചു നിൽക്കേണ്ട ചില കാര്യങ്ങൾ. ആരെയും സ്വർഗത്തുക്കും ആക്കണം, നമ്മൾ ആരെയും നരകത്തുക്കും ആക്കണം. നമ്മളെന്ന സ്വർഗത്തിലോ നരകത്തിലോ എന്നുള്ളത് തീരുമാനിക്കാൻ ഒരാൾക്ക്, ഒരു ശക്തിക്ക് അവസരമുള്ളൂ. അവരുടെ അടുത്ത് മാത്രം നിക്ഷിപ്തമാണ് ആ ലൈസൻസ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? സ്വർഗ നരകങ്ങൾ സംവിധാനിക്കുന്നത് സട്ടാവായ നാഥനാണ്, അള്ളാഹുവാണ്. ആ അള്ളാഹു പ്രത്യേകിച്ചും നശ്വരമായ ജീവിതത്തിന്റെ ലക്ഷ്യമായി ആ സട്ടാവ് നിശ്ചയിച്ചത് എന്താണ്? നശ്വരമായി വളരെ ഈ പറയുന്ന ആളുകൾ പോലും അവർ തന്നെ ഇനി 15 കൊല്ലം എന്നൊക്കെ അവർക്ക് തന്നെ അവർ ഏകദേശം ഒരു ധാരണ ഇട്ടിട്ടുണ്ട്. ഞാൻ വ്യക്തിയെ പരാമർശിക്കല്ല, മറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി, അത് ആരാണെന്ന് ബോധ്യപ്പെടാനൊക്കെ വേണ്ടിയിട്ട് ഒരു സൂചന ഇട്ടതാണ്. അപ്പൊ അങ്ങനെ പറയുന്ന ആളുകൾ തന്നെയും അവരെന്ത് ചെയ്യുന്നു, അവർക്കൊരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ടാണ് ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഐഹിക ജീവിതത്തിന്റെ ലക്ഷ്യമായി ആ സൃഷ്ടാവ് എന്താണോ നിശ്ചയിച്ചത്
അത് പൂർത്തിയാക്കുന്നവർക്ക് അനശ്വരമായ ലോകത്ത് അഥവാ പരലോകത്ത് ലഭിക്കുന്നതാണ് സ്വർഗം എന്ന് ആ ലക്ഷ്യം നിർണയിച്ചവൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 1. ഈ ലക്ഷ്യത്തെ പറ്റിയും ലക്ഷ്യം നിർണ്ണയിക്കേണ്ടത് പടച്ചവനാണ്, നെസസറി എക്സിസ്റ്റന്റ് ഒക്കെ ആരാണെന്നുള്ളത് ബോധ്യപ്പെട്ടവർ മാത്രമേ ഈ നിയമങ്ങളൊക്കെ ബാധകമുള്ളൂ. അല്ലാത്തവർക്ക് ഇതിന്റെ പരിമിതി അപ്പുറത്തുള്ളത്. അതുകൊണ്ട് ആ ബേസ്, ഒന്നാമത്തെ ബേസ് നമുക്ക് ഉണ്ടാവണം, തിരിച്ചറിവുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ആ രക്ഷിതാവായ ലക്ഷ്യം നിർണയിച്ചവനായ സട്ടാവായിട്ടുള്ള നാഥൻ ആ ലോകത്തെ പരലോകത്ത് സ്വർഗം കിട്ടാൻ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ രക്ഷിതാവായിട്ടുള്ള നമ്മൾ ഇങ്ങോട്ട് എന്തിനു വന്നു എന്ന് പോലും അറിയാൻ നമുക്ക് പ്രത്യേക സോഴ്സുകളൊന്നും ഇല്ലാതിരുന്നിട്ടും നമ്മൾ ഇങ്ങോട്ട് വന്നല്ലോ. ഈ വന്ന നമ്മൾ അവനെ മാത്രം ആരാധിക്കുന്നുണ്ടോ? നമ്മൾ അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് കർമ്മനിരതരാകുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗം നിശ്ചയിക്കപ്പെടുന്നത്. അത്തരം ആളുകൾക്കുള്ളതാണ് അത് എന്ന് പറയും. അതേപോലെ തന്നെ മറ്റൊരു അതിന്റെ വിശദീകരണമായി തന്നെ സൂറത്തുൽ ഇസ്രായിലെ വാചകം നമുക്ക് പഠിക്കാം. പരലോകത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ അതിനുവേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവൻ യഥാർത്ഥ വിശ്വാസിയായിരിക്കൽ നിർബന്ധമാണ്. അവന് ഈമാൻ ഉണ്ടാകണം. അപ്പൊ ഈമാൻ എന്താണ്? വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ ആ ഈമാൻ ഉണ്ടായി. ഇതൊക്കെ പറഞ്ഞത് ഒരു സോഴ്സിൽ നിന്ന് വന്നതാണത്. വ്യക്തികൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു വിഷയമായതുകൊണ്ട് ഇത് തീരുമാനം എടുക്കേണ്ടത് സട്ടാവായിട്ടുള്ള നാഥനാണ്. നെസസറി എക്സിസ്റ്റന്റ് ആണ് ഇതിന്റെ തീരുമാനം പറയേണ്ടത്. അവൻ പറയുന്നു അഹു മുഅ്മിനുൻ, ഈ ചെയ്യുന്ന ആള്, പരലോകത്ത് ഉദ്ദേശിക്കുന്ന ആള് മുഅ്മിനായിരിക്കണം. അഥവാ അവന് ശരിയായ ബോധ്യം ഉണ്ടാകണം. ശരിയായ ബോധ്യമുള്ളവനായി. അങ്ങനെയുള്ളവന്റെ പ്രവർത്തനങ്ങൾ എവിടേക്ക് വേണ്ടിയാണ് അവൻ ചെയ്തത് അവിടെ അവനെ കാണും എന്നുള്ളതാണ്. അല്ലാത്തവർക്കൊക്കെ ഇവിടെയൊക്കെ കിട്ടും, യാതൊരു പ്രശ്നം, ആരും ടെൻഷൻ ആയിക്കൊന്നും വേണ്ട. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ മൂന്നാമത്തെ പോയിന്റ്, പ്രപഞ്ചോത്പത്തിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും എന്തിനാണ്? അങ്ങനെ ഉണ്ടായതുകൊണ്ടാണല്ലോ. അപ്പൊ പ്രപഞ്ചം ഉണ്ടായതാണ്. അപ്പൊ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തോ ഇവിടെ ഉണ്ടാകണല്ലോ. പ്രപഞ്ചമല്ലാത്തൊരു സംവിധാനം ഇവിടെ ഉണ്ടാകണല്ലോ. ആ സംവിധാനം ഉണ്ട് എന്നുള്ളത്, ഉണ്ടായിരുന്നു എന്നുള്ളത് ശാസ്ത്ര അവബോധമാണ്. അതേപോലെ തന്നെ ആ ശാസ്ത്രീയമായി തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന കാര്യമാണ് പ്രപഞ്ചം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്ര മില്യൺ വർഷങ്ങൾ കഴിഞ്ഞാൽ പ്രപഞ്ചം ഇല്ലാതാകും. അതില്ലാതായി കഴിഞ്ഞാൽ ഇവിടെ സംവിധാനം ഉണ്ടാവുന്നതിൽ എന്ത് തെളിവാണ്? ഇതിന്റെ മുമ്പ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു, ഇത് വന്നതാണ്, അത് പോസിബിൾ എക്സിസ്റ്റന്റ് ആണ് എന്നതുകൊണ്ട് നമുക്ക് അതിനെ തെളിവാക്കാൻ കഴിയും. അപ്പൊ അതിനുശേഷം ഉണ്ടാകുന്ന അവസ്ഥയെ, നേരത്തെ ഉള്ള അവസ്ഥയെ പറ്റി നമുക്കറിയില്ല എന്നുള്ള പോലെ തന്നെ അതിനുശേഷമുള്ള അവസ്ഥയെ പറ്റി നമുക്കറിയില്ല. എന്തായാലും പ്രശ്നം? അതിന് ആൾക്കാർ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അപ്പൊ അതിലുള്ള അറിവ് കിട്ടാൻ എന്തേ ആശ്രയമുള്ളൂ? ആകെ ആശ്രയം അത് നിശ്ചയിച്ചോ പറഞ്ഞില്ല. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിഞ്ഞത്. അപ്പൊ ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നാലാമത്തെ പോയിന്റ്, ഞാൻ ആ ഭാഗം ക്ലിയർ ചെയ്യാം. സട്ടാവിന്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ. സൃഷ്ടിപ്പിന് പിന്നിൽ അള്ളാഹു നിശ്ചയിച്ച ലക്ഷ്യം അറിഞ്ഞ വ്യക്തി തന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം മറക്കരുത്. സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം അപ്പൊ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്ന ഈ ലോകത്തെ ലക്ഷ്യം അത് മറന്നു. നമ്മളോട് വീട്ടിൽ നിന്ന് 2 കിലോ പഞ്ചസാര വാങ്ങി വരണങ്ങൾ വരുമ്പോ എന്ന് പറഞ്ഞ ആ ഭാര്യ, പഞ്ചസാര കിട്ടലാണ് ഭാര്യയുടെ ഉദ്ദേശം. എന്നാൽ നമ്മൾ തക്കാളിയും ബാക്കി എല്ലാ സാധനങ്ങളും 500 രൂപയുടെ സാധനം വാങ്ങിക്കൊടുത്ത് ഈ 50 രൂപയുടെ 100 രൂപയുടെ സാധനം നമ്മൾ വാങ്ങാൻ പറഞ്ഞാൽ അവിടുത്തെ ലക്ഷ്യം, ഇതൊരു ഉദാഹരണം പറയാൻ പറ്റുന്ന വിഷയമൊന്നല്ല എങ്കിൽ പോലും ആ ലക്ഷ്യം അവിടെ പൂർത്തിയായില്ല. നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞതിന്റെ ലക്ഷ്യം ഇബാദത്ത് ചെയ്യലാണ്. അള്ളാഹ് ഇബാദത്ത് ചെയ്ത് നടന്നില്ല, ബാക്കി എല്ലാം നടന്നു എങ്കിൽ അവരുടെ പര്യവസാനം ആ സട്ടാവ് നിശ്ചയിച്ച ജീവിത വ്യവസ്ഥയും ജീവിത ലക്ഷ്യത്തിലേക്കും എത്തുന്ന രൂപത്തിലായിട്ടില്ല എന്നതാണ്. എന്നാൽ നമ്മൾ ഒരാളെ കാഫിറാക്കാനോ ഒരാളെ മുശ്രിക്കാക്കാനോ ഒരാളെ ആ രൂപത്തിൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആനയിക്കാനോ നമുക്ക് നിർവാഹമില്ല. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവർ സ്വർഗത്തിലാണെന്ന് പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഇസ്ലാം എന്നതിനെ
മാർഗമായി സ്വീകരിക്കാൻ ഒക്കെയുള്ള തൗഫീഖ് നാഥൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും നാഥൻ നമുക്ക് അവന്റെ മഹത്തായ പദവി കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗത്തിന് നാഥൻ ശമനം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവരുടെ കടബാധ്യതകൾ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യവും ലോകവും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈദ് നിഷേധം, അതുപോലെ തന്നെ മുസ്ലിം ആയതിന്റെ പേരിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ധാരാളം വിഷയങ്ങൾ എല്ലാം ഞങ്ങൾക്ക് എല്ലാ തരക്കും അകറ്റി, ഞങ്ങളിൽ നിന്ന് അകറ്റി നിർഭയത്വമുള്ള ജീവിതം ഞങ്ങൾക്ക് ഇരു ലോകങ്ങളിലും കുറച്ചുവരെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ശ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ വമുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين.